ഹായ് ഹലോ വെൽക്കം ടു PSC ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആര്? ഇത് 2024 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആ സമയത്ത് ശ്രീ യു ഷറഫലി ആയിരുന്നു. എന്നാൽ അറിഞ്ഞു വെച്ചേക്കുക, ഇപ്പോൾ ഉള്ളത് VP സനു ആണ് കേട്ടോ. നിലവിലെ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡന്റ് VP സനു ആണ് കേട്ടോ. എഴുതി വെച്ചേക്കണേ. ചന്ദ്രയാൻ 3 ലാൻഡറിലെ പെലോഡുകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഷെയ്പ്പ്. 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? P വത്സല. 2026 ലഭിച്ചിരിക്കുന്നത് നമുക്കറിയാലോ, KG ശങ്കരപിള്ളയ്ക്കാണ് കേട്ടോ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? EMS നമ്പൂതിരിപ്പാട്. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സേതുവിൻ്റെ കൃതികളിൽ പെടാത്തത് ഏത്? നിഴലുറങ്ങുന്ന വഴികളാണ്. നിഴലുറങ്ങുന്ന വഴികൾ P വത്സലയുടെ കൃതിയാണ് കേട്ടോ. അപ്പോൾ സേതുവിൻ്റെ കൃതികളൊന്നും അറിഞ്ഞിരിക്കുക. പേടി സ്വപ്നങ്ങൾ, കൈമുദ്രകൾ, അടയാളങ്ങൾ. ഏതൊക്കെയാണ്? പേടി സ്വപ്നങ്ങൾ, കൈമുദ്രകൾ, അടയാളങ്ങൾ. നിഴലുറങ്ങുന്ന വഴികൾ P വത്സലയുടെയാണ്. ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏതാണ്? ഓഗസ്റ്റ് 23 കേട്ടോ. ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത് ഓഗസ്റ്റ് 23. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? TK മാധവൻ. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? സ്വാമി വിവേകാനന്ദൻ. തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ആര്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്ന വൈകുണ്ഠസ്വാമികളുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെല്ലാം? ആൻസറെ 3 മാത്രം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ പെടുന്നത് ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിളിച്ചു. സമപന്തി ഭോജനം ആരുടെയാണ്? ഇമ്പോർട്ടൻ്റ് ആണ്. സമപന്തി ഭോജനം വൈകുണ്ഠസ്വാമികളാണ് കേട്ടോ. അതുപോലെ തന്നെ സമത്വ സമാജം ആരുടെയാണ്? വൈകുണ്ഠസ്വാമി സ്ഥാപിച്ച സംഘടനയാണ് കേട്ടോ. സമത്വ സമാജം, സമപന്തി ഭോജനം, വെണ്ണീജ ഭരണം, ഇതൊക്കെ വൈകുണ്ഠസ്വാമികളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഉപദ്വീപീയ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഗോദാവരി. പടിഞ്ഞാറൻ തീര സമതലവുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏതെല്ലാം? ബന്ധമില്ലാത്തതാണ്. കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു. ഡെൽറ്റ രൂപീകരണം നടക്കുന്നു. താരതമ്യേന വീതി കൂടുതൽ. അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ. ആൻസർ 2ഉം 3ഉമാണ്. 2ഉം 3ഉമാണ് ബന്ധമില്ലാത്തത്. അപ്പോൾ പടിഞ്ഞാറൻ തീര സമതലവുമായി ബന്ധമുള്ളത് ഏതൊക്കെയാണ്? കായലുകളും അഴിമുഖങ്ങളും പടിഞ്ഞാറൻ തീര സമതലത്ത് കാണുന്നുണ്ട്. പിന്നെ എവിടെയാണ്? അറബിക്കടലിൻ്റെയും പശ്ചിമഘട്ടത്തിൻ്റെയും ഇടയിലാണ് പടിഞ്ഞാറൻ തീര സമതലത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത്. ഓർത്തിരിക്കണേ, കായലുകളും അഴിമുഖങ്ങളും അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ കാണപ്പെടുന്നതാണ് പടിഞ്ഞാറൻ തീര സമതലം. ഡെൽറ്റ രൂപീകരണം നടക്കുന്നതും താരതമ്യേന വീതി കൂടുതലും കിഴക്കൻ തീര സമതലത്തിൻ്റെ പ്രത്യേകതകളാണ്. ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷം ഏത്? ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷം 1853. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം ഏത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടമാണ് ജാറിയ. 1959 ജർമ്മൻ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്കുശാല? ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, റൂർക്കേല. 1959 ജർമ്മൻ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്കുശാലയാണ് റൂർക്കേല. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, റൂർക്കേല. കരിമ്പ് ഉൽപ്പാദനത്തിൽ 1ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഉത്തർപ്രദേശ്. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ ഏത് ജലപാതയിൽ ഉൾപ്പെടുന്നു? ദേശീയ ജലപാത 3. പ്രിലിംസിന് തയ്യാറെടുക്കുന്നവർ പിന്നെ ജലഗതാഗത, റെയിൽ, അത് വ്യോമം, അതെല്ലാം നോക്കിയിരിക്കണം കേട്ടോ. മിക്കവാറും അതൊന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇന്ത്യയുമായി വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യമേത്? ഇന്ത്യയുമായി വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. യങ് ഇന്ത്യ പത്രത്തിൻ്റെ സ്ഥാപകൻ ആര്? മഹാത്മാഗാന്ധി. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിൻ്റെ സവിശേഷത അല്ലാത്തതേത്? ശുഷ്കമായി കൊണ്ടിരിക്കുന്നു, തീർന്നുകൊണ്ടിരിക്കുന്നു എന്നർത്ഥം. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിൻ്റെ സവിശേഷത അല്ലാത്തത് ഏതാണ്? ശുഷ്കമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. എന്താണ് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ് എന്നറിയാലോ?
നമ്മുടെ കാറ്റ്, തിരമാല, കൽക്കരി അതുപോലെയുള്ളതൊക്കെയാണ് കേട്ടോ. പുനഃസ്ഥാപന ശേഷിയുണ്ട്, ചിലവ് കുറവാണ്, പരിസ്ഥിതി പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാക്കുന്നില്ല. അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിൽ ശുഷ്കമായിക്കൊണ്ടിരിക്കുന്നു, കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറയണത് നമുക്കത് വീണ്ടും പുനഃസ്ഥാപന ശേഷിയുണ്ട്. അപ്പോൾ പിന്നെ അത് ശുഷ്കമായിക്കൊണ്ടിരിക്കുന്നില്ല, കുറഞ്ഞു വരുന്നില്ല എന്നർത്ഥം. ഇന്ത്യൻ ഭരണഘടനയിൽ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലിക അവകാശമാണ്. ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് ഈ വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്? അനുച്ഛേദം 21A. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് ഭാഗത്താണ്? ഭാഗം 4A ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യമായി പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏത് സമ്മേളനത്തിൽ ആയിരുന്നു? കൽക്കത്ത കോൺഗ്രസ് സമ്മേളനം. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എത്ര? നമ്മളൊരു ക്വസ്റ്റ്യൻ വിട്ടൂലേ, 23 പറഞ്ഞില്ലല്ലോ. ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോറാണ്. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എത്ര? 3:2. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഏത് വർഷത്തിൽ? 1993 ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത്. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് ഏത് വർഷത്തിൽ? 12 ഒക്ടോബർ 2025. 2025 ഒക്ടോബർ 12 ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വരുന്നത്. 1993 ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും നിലവിൽ വന്നു. ഇന്ത്യൻ ഭരണഘടനയിൽ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏത്? അനുച്ഛേദം 21. ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന സത്യമേവ ജയതേ എന്ന വാക്യം ഏത് ലിപിയിലാണ് എഴുതിയിരിക്കുന്നത്? ദേവനാഗിരി. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ്? കടുവ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏത്? ക്വിറ്റ് ഇന്ത്യ സമരം. ആദ്യത്തേത് ഏതാണ്? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ INC നടത്തിയ ആദ്യത്തെ ബഹുജന സമരമാണ് നിസ്സഹകരണ സമരം. അവസാനം നടത്തിയതാണ് ക്വിറ്റ് ഇന്ത്യ സമരം എന്ന് പറയുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഗോത്ര കലാപങ്ങളിലെ കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി? രാമൻ നമ്പി. ദേശീയ കാഴ്ചപ്പാടോടുകൂടി പത്രങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തി? രാജാറാം മോഹൻ റോയ്. 2023 ഇന്ത്യ അധ്യക്ഷസ്ഥാനം വഹിച്ച G20 2024 അധ്യക്ഷസ്ഥാനം വഹിക്കാൻ പോകുന്ന രാജ്യമേത്? 2023 ഇന്ത്യയാണ് അധ്യക്ഷസ്ഥാനം വഹിച്ചത് G20ക്ക്. 2024 അധ്യക്ഷസ്ഥാനം വഹിക്കാൻ പോകുന്ന രാജ്യമേതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബ്രസീൽ. അന്തർദേശീയ സാഹോദര്യത്തിന് ഊന്നൽ നൽകാൻ ലക്ഷ്യമിട്ട് രവീന്ദ്രനാഥ ടാഗോർ ആരംഭിച്ച സർവകലാശാല? വിശ്വഭാരതി. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷമേത്? 1919. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ചയെ വെളിപ്പെടുത്തുന്ന ചോർച്ച സിദ്ധാന്തം ആരുടെ സംഭാവനയാണ്? ദാദാഭായ് നവറോജി. സാരേ ജഹാം സെ അച്ഛ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനത്തിൻ്റെ രചയിതാവ് ആര്? അല്ലാമ മുഹമ്മദ് ഇക്ബാൽ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ സാമ്പത്തികമായ ആധുനികവൽക്കരണത്തിൽ സുപ്രധാന പങ്കുവഹിച്ച ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ഏത്? ബക്രാനങ്കൽ. ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാമെന്ന ബ്രിട്ടീഷ് കരിനിയമത്തിൻ്റെ പേരെന്ത്? റൗലറ്റ് ആക്ട്. കേരളത്തിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കി. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയായ വനിതാ കായിക താരം? PT ഉഷ. കൊച്ചി മെട്രോ നിലവിൽ വന്ന വർഷമേത്? 2017. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? പാമ്പാർ. പൊന്നാനി തുറമുഖം ഏത് നദിയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ്? ഭാരതപ്പുഴ. 2022 മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ കേരളീയ വനിത? നഞ്ചിയമ്മ. കേരളത്തിലെ ആധുനിക വ്യവസായങ്ങളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തിയ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്?
ഇടുക്കി. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനം ഏത്? ഇരവികുളം. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട്ട് കായൽ. കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? നെയ്യാറ്റിൻകര. സാധുജന പരിപാലന സംഘം രൂപീകരിച്ചതാര്? സാധുജന പരിപാലന സംഘം ആരുടെയാണ്? അയ്യങ്കാളിയുടെയാണ്. അയ്യങ്കാളി. 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഏതാണ്? അരുവിപ്പുറം. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏത്? ആറ്റിങ്ങൽ കലാപം. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷമേത്? 1924. ധീവര സമുദായത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പണ്ഡിറ്റ് കറുപ്പൻ നേതൃത്വം നൽകി സ്ഥാപിച്ച പ്രസ്ഥാനമേത്? അരയ സമാജം. കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ റെയിൽവേ പാത ഏത്? ബേപ്പൂർ മുതൽ തിരൂർ വരെ. പയ്യന്നൂർ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആര്? കെ കേളപ്പൻ. കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏത്? നെടുങ്ങാടി ബാങ്ക്. 2024 നടക്കുന്ന ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം? പാരീസ്. പ്രശസ്ത നാടകമായ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന കൃതിയുടെ കർത്താവാര്? VT ഭട്ടതിരിപ്പാട്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ വസ്തു പല്ലിലെ ഇനാമലാണ്. അതിൻ്റെ നാശത്തിന് കാരണമാകുന്ന ബാക്ടീരിയ ഏത്? ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ. താഴെ തന്നിരിക്കുന്ന ജീവകങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം A. കണ്ണ് കാണുമ്പോൾ തന്നെ അറിയാം ജീവകം A റൈറ്റ് ആൻസർ ആണ് അല്ലേ. മുടിയും സ്കിന്നും. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് E എന്ന് പറയുന്നത് ശരിയാണ് അല്ലേ. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ് K എന്ന് പറയുന്നത്. മോണ, ത്വക്ക്, പല്ല്, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് B. അത് തെറ്റാണ്. C ആണ് മോണയും ത്വക്ക്, പല്ല്, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകം ഏതാണ്? C ആണ്. അപ്പോൾ ഇവിടെ ആൻസർ B ആണ്. 4 മാത്രം എന്നുള്ളതാണ്. ബാക്കി ശരിയായതെല്ലാം പഠിക്കണേ. കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകം ഏതാണ്? A ആണ്. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകം ഏതാണ്? ജീവകം E ആണ്. പിന്നെ മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം K ആണ്. മോണ, ത്വക്ക്, പല്ല്, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകം ഏതാണ്? ജീവകം C ആണ്. ഒരു ബാക്ടീരിയൽ പകർച്ചവ്യാധിയായ കുഷ്ഠം ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നത് ഏത് രീതിയിലാണ്? സമ്പർക്കം മുഖേനയാണ് അല്ലേ. കുഷ്ഠം പകരുന്നത് എങ്ങനെയാണ്? സമ്പർക്കം മുഖേനയാണ്. ഞാൻ ഇന്നലെ ബയോളജി ക്ലാസ് ഇട്ടിട്ടുണ്ട്. PYQ തന്നെയാണ് സെക്ഷൻ ഇട്ടിട്ടുള്ളത്. അതിൽ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ. SCRT ബേസ്ഡ് തന്നെയാണ് ക്ലാസ്. കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതി ഏത്? സ്നേഹസ്പർശം. കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് സ്നേഹസ്പർശം എന്നുള്ളത്. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനത്തിന് എന്ത് പറയുന്നു? ഫാഗോസൈറ്റോസിസ്. ഈ പ്രവർത്തനം നടത്തുന്ന മനുഷ്യരിലെ ശ്വേതരക്താണുക്കൾ ഏതെല്ലാം? മോണോസൈറ്റും ന്യൂട്രോഫില്ലുമാണ് ഫാഗോസൈറ്റോസിസിന് നമ്മുടെ മനുഷ്യരിലെ ശ്വേതരക്താണുക്കൾ കേട്ടോ. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന ശ്വേതരക്താണുക്കൾ ഏതൊക്കെയാണ്? മോണോസൈറ്റും ന്യൂട്രോഫില്ലും. ആ വിഴുങ്ങി നശിക്കുന്ന പ്രക്രിയയ്ക്ക് എന്ത് പറയുന്നു? ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നു. പയർ ചെടിയുടെ സങ്കരയിനം ഏതാണ്? ഭാഗ്യലക്ഷ്മി. വനവിഭവം അല്ലാത്തത് ഏതാണ്? മണ്ണെണ്ണ. അമ്ലമഴയ്ക്ക് കാരണമായ വാതകം? സൾഫർ ഡൈ ഓക്സൈഡ്. അമ്ലമഴയ്ക്ക് കാരണമായ വാതകം ഇപ്പോൾ തന്നെ പഠിച്ചിട്ട് പോവുക. സൾഫർ ഡൈ ഓക്സൈഡ്. അമ്ലമഴയ്ക്ക് ഏതാണ് കാരണം? സൾഫർ ഡൈ ഓക്സൈഡ്. ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം? ഇന്ത്യ. ശുദ്ധജലത്തിൻ്റെ pH മൂല്യം എത്ര? 7. ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക ആരുടെ സംഭാവനയാണ്? റൂദർഫോർഡ്. സൗരയൂഥ മാതൃക ആരുടെ സംഭാവനയാണ്? റൂദർഫോർഡ്. കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്?
സിങ്ക് കല. ഞാൻ അങ്ങനെയായിട്ട് പഠിച്ച സിങ്ക് കല, ഒരു വേർഡായിട്ട് പഠിച്ചോ സിങ്ക് കല. കലാമിന് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? സിങ്ക്. എപ്പോഴും ചോദിക്കുന്നതാണ് അലൂമിനിയത്തിൻ്റെ അയിര്. ഏതാണ്? ബോക്സൈറ്റ് ആണ് അല്ലേ. ഞാൻ ബോക്സലു എന്നാട്ടോ പഠിച്ചിട്ടുള്ളത്, ബോക്സലു. ഉത്കൃഷ്ടവാതകങ്ങൾ ആധുനിക പീരിയോഡിക് ടേബിളിൽ ഏത് ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നത്? ഉത്കൃഷ്ടവാതകങ്ങൾ ഏതാണ്? കേൾക്കുമ്പോൾ തന്നെ അറിയാലേ, 18ആണ്. ഉത്കൃഷ്ടവാതകങ്ങൾ ആധുനിക പീരിയോഡിക് ടേബിളിൽ ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു? 18ലാണ് ഉൾപ്പെടുന്നത്. താഴെ കൊടുത്തിട്ടുള്ളതിൽ ഓക്സിജന്റെ ഉപയോഗങ്ങളിൽ പെടാത്തതേത്? ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണത്തിന്. അപ്പോൾ പെടുന്നത് ഏതൊക്കെയാണ് അത് പഠിക്കാം. ജ്വലനത്തിന്, റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സീകാരിയായി, കൃത്രിമ ശ്വസനത്തിന് ഓക്സിജൻ ഉപയോഗിക്കുന്നുണ്ട്. എന്തിനൊക്കെയാണ്? ജ്വലനത്തിന് ഉപയോഗിക്കുന്നുണ്ട്, റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സീകാരിയായി ഉപയോഗിക്കുന്നുണ്ട്, കൃത്രിമ ശ്വസനത്തിന് ഓക്സിജൻ ഉപയോഗിക്കുന്നുണ്ട്. ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നില്ല. ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന കൃത്രിമ രാസവസ്തു ഏതാണ്? കാർമോയിസൻ ആണ്. കാർമോയിസൻ ഏതാണ്? റെഡ് കളർ നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ്. ടാർട്രസിനാണെങ്കിൽ പുളി രുചിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന രാസവസ്തുവാണ്. ഇൻഡിഗോ കാർമൻ നീലയാണ്, നീല. ഫാസ്റ്റ് ഗ്രീൻ എന്ന് പറഞ്ഞാൽ ഗ്രീൻ തന്നെ ഉണ്ട്, പച്ചയാണ് കേട്ടോ, പച്ച കളറിനാണ് ഉപയോഗിക്കുന്നത്. ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം ഏത്? ഭ്രമണചലനം. ഭൂമി ചലിക്കുന്നത് ഭ്രമണചലനമാണ് അല്ലേ. പരിക്രമണമുണ്ട്, ഭ്രമണചലനമുണ്ട്. ബഹിരാകാശ യാത്ര നടത്തിയ ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയിട്ട് ചലിക്കുകയാണ്. അതാണ് ഭ്രമണചലനം എന്ന് പറയുന്നത്. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആര്? രാകേഷ് ശർമ്മ. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് സാന്ദ്രതാ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനം എന്ത്? അപവർത്തനം. അപവർത്തനം നമ്മളിപ്പോൾ നേരത്തെ ക്വസ്റ്റ്യൻ പഠിച്ചു. മഴവില്ലുണ്ടാകാൻ കാരണം ഏതാണ്? അപവർത്തനം. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് അടുത്ത മാധ്യമത്തിലേക്ക് പോകുമ്പോൾ എന്താണ്? രണ്ടിൻ്റെയും സാന്ദ്രത വ്യത്യാസമായിരിക്കണം. അങ്ങനെ സാന്ദ്രതാ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനത്തെയാണ് എന്തെന്ന് പറയുന്നത്? അപവർത്തനം എന്ന് പറയുന്നത്. ചുവടെ നൽകിയിരിക്കുന്നവയിൽ താപപ്രേഷണ രീതിയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ബാഷ്പീകരണമാണ് അല്ലേ. ചാലനം, സംവഹനം, വികിരണമൊക്കെ എന്താണ്? താപപ്രേഷണ രീതിയാണ്. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണം ഏത്? ഏതൊക്കെയാണ്? 1ഉം 2ഉം. കാറ്റും തിരമാലയും. ഞാൻ നേരത്തെ പറഞ്ഞു, കൽക്കരി ഇല്ല കേട്ടോ. നേരത്തെ പറഞ്ഞു കാറ്റ്, തിരമാല, ഇതെല്ലാം എന്താണ്? പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണമാണ് കേട്ടോ. പഠിച്ചു വെക്കണേ. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണം കാറ്റ്, തിരമാലയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ നോക്കിയത് 80 ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. 80 GK ക്വസ്റ്റ്യൻസ് ആണ്. ആ 80 എണ്ണം പഠിച്ചു എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇന്നത്തെ ദിവസം നമ്മൾ 80 ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടുണ്ട്. നല്ലൊരു കാര്യമാണല്ലേ അത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും ഇതേപോലെ കണ്ടുമുട്ടാം. നല്ലൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും താങ്ക് യു.